ഹലോ, ഇത് നമ്മൾ സിലോപ്പി മീൻ മുളക് ചാറാണ് വെക്കുന്നത്. ഇതിനായിട്ട് ചട്ടി നന്നായി ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കടുകിടാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഉലുവയിടാം. ഉലുവയും നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ ചുവന്നുള്ളി, ഇവയെല്ലാം ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരണം. ഈ സമയം കൊണ്ട് നമുക്ക് 2 തക്കാളി അരച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. അതിനുശേഷം മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ പിരിയൻ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കിതുപോലെ മൂപ്പിച്ചെടുക്കാം. പൊടിയൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി പേസ്റ്റ് ചേർത്ത് 2-3 മിനിറ്റ് ഇതുപോലെ വഴറ്റണം. തക്കാളിയുടെയും ഏകദേശം പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇതിലേക്ക് പച്ചവെള്ളം വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 കഷ്ണം കുടംപുളി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഈ വെള്ളം തിളച്ചതിന് ശേഷം വേണം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാൻ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാനിവിടെ 3 ചെറിയ ഇടത്തരം സിലോപ്പി മീനാണ് എടുത്തേക്കുന്നത്. ഈ മീൻ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോകും. ഇപ്പോൾ ഈ മീനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. നല്ലപോലെ തിളച്ചായിരുന്നു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം.